ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്ദ് പാറയിൽ മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോസുമായിട്ടാണ്. ഒരു ഹോം കിച്ചൺ കുക്കിംഗ് വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് ബിരിയാണിയാണ്. തമിഴ്നാട് ബിരിയാണി കോയമ്പത്തൂർ സ്റ്റൈലിൽ എങ്ങനെയാണ് തമിഴ്നാട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈസിയായി വളരെ ടേസ്റ്റിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിരുന്നു, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഈ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ട് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ 2 കിലോ ബിരിയാണി അരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് 2 കിലോ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇടത്തരം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 400 ഗ്രാം സവോള അരിഞ്ഞ് വെച്ചു. പിന്നെ അതേപോലെ നമ്മൾ 1/2 കിലോ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളിയാണ്. അത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഇഞ്ചി, അതേപോലെ 200 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചു. പിന്നെ ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പൊതിന ഇല, ഒരു പൊതിന ഇല വേണം. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് മല്ലി ഇല, അതേപോലെ പിന്നെ നമ്മൾ ഒരു 5-6 പച്ചമുളക്, ഒരു 6 പീസ് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്. പിന്നെ ഒരു 300 ഗ്രാം ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം പാടെ പൊടിച്ചത് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഇതിനാവശ്യമായ കുറച്ച് ഉപ്പാണ്. പിന്നെ അതേപോലെ കുറച്ച് 100 ഗ്രാം നെയ്യ്, ഒരു അയ്യപ്പ നെയ്യാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 200 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഒരു 2 ചെറുനാരങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പ് നമ്മൾ അടുപ്പിന് മേലെ വെച്ച് അത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കാം. ഓയിൽ നമ്മൾ 300 മില്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആകെ ആവശ്യമായ ഓയിൽ നമ്മൾ 300 മില്ലിയാണ്. അത് മുഴുവൻ നമ്മളത് ആദ്യം തന്നെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് നമുക്ക് നെയ്യ് കൂടെ നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് ആദ്യം ഒന്നിടാം. ഓക്കെ, പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാം ഇട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഇടുന്ന വീഡിയോസ് നമ്മൾ കാണിച്ചില്ല, അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ അതെടുത്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അത് കരിയരുത്, നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ഒരു ചുവപ്പ് കളർ വരുന്നവരെ നമുക്ക് ഇളക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചുവന്ന് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്കത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് നന്നായി കുറച്ചുകൂടെ ഇളക്കുക. കരിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക തന്നെ വേണം. നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ചുമപ്പ് കളർ വരുന്നവരെയും നമ്മൾ അത് ഇളക്കി കൊടുക്കുക തന്നെ വേണം. പിന്നെ നമുക്കിതിൽ കുറച്ച് പച്ചമുളക് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക്, നമ്മൾ ഒരു 6 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. നമ്മൾ ഈ ബിരിയാണിയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പച്ചമുളക് ചെറുതായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ എരിവ് വേണ്ടവർക്ക്, ഞാൻ ഇടുന്ന എരിവിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് നിങ്ങൾക്ക് അത് കൂടുതൽ എരിവ് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പച്ചമുളക് നമ്മൾ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ചേർക്കാം. ഇനി മുളക് പൊടി നമ്മളൊരു 6 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 6 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് പറയാം. നമുക്ക് അത് കൂടുതൽ എരിവ് വേണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് ചേർക്കാം. അപ്പം നമ്മുടെ ഇവിടെ കുട്ടികൾ കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അത് കുറച്ച് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഒരു 6 സ്പൂൺ നമ്മൾ ചേർത്തുള്ളൂ. 6 സ്പൂൺ മുളക് പൊടിയും 6 പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളൂ 2 കിലോ അരിക്ക് വേണ്ടിയിട്ട്. ഇനി ഈ മുളക് പൊടി ചേർക്കുന്ന നമ്മൾ എണ്ണയിൽ തന്നെ മുളക് പൊടി ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കളർ നമുക്ക് നന്നായി കിട്ടും. അപ്പോൾ നമുക്ക് ഫുഡ് കളറോ കാര്യങ്ങളോ നമുക്ക് കെമിക്കലോ കാര്യങ്ങൾ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മുളക് പൊടി തന്നെ നമുക്ക് കളർ കിട്ടുന്നതാണ്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കുക. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച നമ്മൾ തക്കാളി നമുക്ക് ചേർക്കാം. തക്കാളി നമുക്ക് ചേർക്കുകയാണ്. തക്കാളി ചേർത്ത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് വേണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തക്കാളി നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം. നമുക്കൊന്ന് വെന്ത് അത് ഒന്ന് ഉടയണം. അപ്പോൾ നമുക്കത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കത്
ഉടനെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് തക്കാളി നമ്മൾ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് അത് പാകമായിട്ടുണ്ട്. തക്കാളി എല്ലാം ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നു. അത് നമ്മൾ വെളുത്തുള്ളി നമ്മൾ എടുത്തു. അതിൽ 250 ഗ്രാം വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 200 ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ 200 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് നമ്മൾ ചേർക്കുക. 200 ഗ്രാം ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ 200 ഗ്രാം എന്ന് പറയുന്നത് നമ്മൾ 2 കിലോ തന്നെയാണ് നമ്മൾ 200 ഗ്രാം വെളുത്തുള്ളി, അതേപോലെ 200 ഗ്രാം ഇഞ്ചി നമ്മൾ ഉപയോഗിക്കുന്നത്. 2 കിലോ അരി നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ഇഞ്ചി നമ്മൾ പേസ്റ്റാക്കി വെച്ച് നമുക്ക് അതേപോലെ 200 ഗ്രാം ഇഞ്ചി പേസ്റ്റ് കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ആ 200 ഗ്രാം പേസ്റ്റ് നമ്മൾ ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 50 ഗ്രാം നമ്മൾ ചെറിയ ഉള്ളി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ട് നമ്മൾ അരച്ച് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി വെച്ചതാണ്. അതുകൂടെ നമുക്ക് അത് ചേർക്കാം. ഇനി നന്നായി നമുക്കത് ഇളക്കി കൊടുക്കണം. നന്നായി മിക്സായി ആ കളറും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയറായി വരണം. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ല മിക്സ് ആക്കണം. നന്നായി ഇളക്കി നല്ല മിക്സ് ആവണം. ഇനി നമുക്കെല്ലാം ഒന്ന് കൂട്ടി നമുക്കത് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ആ മസാലയൊക്കെ നമുക്കത് ക്ലിയറായി പിടിച്ച് കിട്ടും. നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ക്ലിയറായി കിട്ടും. ഓക്കെ, നമ്മളത് എടുത്തു. നമ്മൾ മൂടി തുറക്കുകയാണ്. നമ്മൾ ഏകദേശം കുറച്ച് ടൈം വെച്ചു. ഇപ്പോൾ നമുക്ക് തുറക്കുകയാണ്. മൂടി തുറന്ന് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ അടി പിടിക്കാൻ പാടില്ല. നമ്മൾ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. ഇനി നമുക്ക് അതിൽ അരിഞ്ഞ് വെച്ചാൽ അതേപോലെ നമ്മൾ മല്ലിച്ചപ്പ്, പുതിന എന്നുള്ള നമ്മൾ ഓരോ പിടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പും ചേർക്കുക, അതേപോലെ പുതിന നമ്മൾ ഓരോ പിടി ചേർക്കുക. ഇത് നമ്മൾ കരിയാതെ സൂക്ഷിക്കണം. നമ്മൾ ഇത് സൂക്ഷിച്ചാൽ അതിൻ്റെ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കത് മാറിപ്പോകും. അപ്പോൾ കരിയാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം. നന്നായി ഇളക്കി കൊടുത്താൽ തന്നെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പും അതേപോലെ പുതിന നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നമ്മൾ യാതൊരുവിധ കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ മുളക് പൊടിയുടെ കളർ മാത്രമാണ് നമുക്ക് ഈ നന്നായി കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇലകളിട്ട് നമ്മൾ മല്ലിച്ചപ്പ് അതേപോലെ പുതിനയും നമ്മൾ ഇട്ടു. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. നല്ല ക്ലിയറാക്കി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അതേപോലെ ഗ്രാമ്പു, പട്ട, ഏലക്കായൻ്റെ പൊടിച്ച് വെച്ചതുണ്ട്. നമുക്ക് ആ പൊടി നമുക്കതിൽ ചേർക്കാവുന്നതാണ്. ഒരു 2 സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. പട്ട, ഏലക്കായ്, ഗ്രാമ്പു എന്നിവ 3 കൂടെ നമുക്ക് യോജിച്ച് നമ്മൾ പൊടിപ്പിച്ച് വെച്ചതാണ്. ഓക്കെ, അത് നമ്മൾ ചേർക്കുന്നു. എന്നിട്ട് നമുക്കതൊരു നല്ലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും നമുക്ക് അതിൻ്റെ പൊടി എത്തണം. അപ്പോൾ ഏകദേശം ആ ലെവലിൽ നല്ലൊന്ന് മിക്സാക്കി മസാലയിൽ തന്നെ നമുക്ക് മിക്സായി കിട്ടണം. ഇനി നമ്മൾ കഴുകി വെച്ച ബീഫ് നമുക്ക് അതിലേക്ക് ചേർക്കാം. നമുക്ക് ഒരടുത്തൻ കഷ്ണങ്ങളേക്ക് വെച്ച ബീഫാണ് ഇത് നമ്മൾ നല്ല ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ആ മസാല നമുക്കത് നന്നായി ക്ലിയറായിട്ട് പിടിക്കണം. എല്ലാ ബീഫിൻ്റെ കഷ്ണങ്ങൾക്കും മസാല വേണമെങ്കിൽ നന്നായി ഇളക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് പിടിക്കുകയുള്ളൂ. അത് നമുക്ക് ഇളക്കി മസാല നമുക്ക് ക്ലിയറാക്കി കൊടുക്കുക. ഈ മസാല ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങൾക്കും പിടിക്കണമെങ്കിൽ നമ്മളത് നന്നായി ഇളക്കി കൊടുത്താൽ തന്നെ നമുക്ക് ശരിയാവുള്ളൂ. നന്നായി നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾക്ക് മസാല നമുക്ക് പിടിപ്പിക്കുക. അപ്പോൾ അതൊരു കാര്യം പറയാനുള്ളത്, കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. തമിഴ്നാട്ടിൽ ഓരോ ഭാഗത്ത് ഓരോ സൈസ് ബിരിയാണികളാണ്. അപ്പോൾ ഇത് കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 2 നാരങ്ങ നമ്മൾ വെച്ചിരുന്ന പിഴിഞ്ഞ് ജ്യൂസാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതിലെ കുരു നമ്മൾ പെടാതെ അതിലെ നീര് മാത്രം നമ്മളത് ചേർത്ത് കൊടുക്കുക. കുരു നമ്മളതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെറിയൊരു കയ്പ്പ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുരു നമ്മൾ പെടരുത്. കുരു മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ആ 200 മില്ലി നമ്മുടെ തൈര് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി ഇളക്കി അത് മിക്സ് ആക്കണം. നല്ല യോജിപ്പിച്ച് കൊടുക്കുക. നല്ല മസാല മൊത്തം നല്ല മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക. തൈരും നാരങ്ങയും നമ്മുടെ എല്ലാ ഭാഗത്തും എത്തണം. അത് ഈ മസാലയിൽ തന്നെ നമ്മളിപ്പോൾ വെള്ളം ചേർത്തല്ല, വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ആ മസാല കൂടെ തന്നെ മസാലയ്ക്ക് മൊത്തം യോജിപ്പിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഇളക്കി
കഴിഞ്ഞാൽ തന്നെ നമുക്കത് മിക്സായി കിട്ടുള്ളൂ. നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം ഇനി. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം അതിൻ്റെ ബീഫിൻ്റെ വെള്ളമൊക്കെ നമുക്കത് പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത് കരിയരുത്, അടിയിൽ പിടിക്കരുത്. അപ്പോൾ നന്നായി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കൊടുത്ത് നമ്മളത് അടി പിടിക്കില്ല. ഓക്കെ, ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഒന്നുകൂടെ നല്ലൊന്ന് വെന്ത് ക്ലിയർ ആക്കി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം നമുക്കൊന്ന്. ഓക്കെ, നമ്മൾ മൂടി വെച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുക. അത് തുറന്നു. അപ്പോൾ നമുക്ക് നല്ല അതിൻ്റെ ബീഫിൻ്റെ എല്ലാ വെള്ളങ്ങളെല്ലാം നമുക്കത് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ അതിൽ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ നമുക്ക് നല്ല ഏകദേശം കുഴപ്പമില്ലാത്ത നല്ലൊരു ഗ്രേവി ആയിട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഇളക്കി നമ്മൾ യോജിപ്പിച്ചു. ഇനി നമുക്ക് അത് ഒന്നുകൂടെ അത് മൂടി വെച്ചാലേ നമുക്ക് അതിൻ്റെ വേവ് കാര്യങ്ങളൊന്നുകൂടെ ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് മൂടി വയ്ക്കുക തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഓക്കെ, വീണ്ടും നമ്മളത് മൂടി തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം വേവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രം അരിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1.25 പാത്രം നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിക്ക് നമ്മൾ 1.25 പാത്രമാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടാൻ പാടില്ല. ഇതിലൊരു പാത്രം അരി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് 1.25 പാത്രം നമ്മൾ എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നിങ്ങൾ കൂടുതൽ ഒഴിക്കരുത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുഴമ്പിക്കൊണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു പാത്രം നമ്മൾ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ 1.25 പാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആ സൈഡിലത്തെ മസാല നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലത്തെ മസാല കാര്യങ്ങളൊക്കെ നേരെ മറ്റേ വെള്ളത്തിലേക്ക് ആക്കുക. മസാലയൊക്കെ നമുക്ക് ചെമ്പിൻ്റെ സൈഡിലൂടെ ഉള്ളതെല്ലാ മസാല ഇതേപോലെ നമ്മൾ താഴത്തേക്ക് എടുത്തോളാം. അത് നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ആയതാണ്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് അതിൽ ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് നേരത്തെ ഉപ്പ് ചേർത്ത ഒരട്ടോട്ടം നമ്മൾ ചേർത്തത് നേരത്തെ ഉള്ളി ചോപ്പിക്കാൻ മാത്രമാണ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തുള്ളത്. ഇപ്പം അത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് നിങ്ങൾ കൂടരുത്. ഏകദേശം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അത് ചേർത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നല്ലൊന്ന് ഇളക്കി ഒന്നുകൂടെ ഇളക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വേവ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്കതൊന്ന് മൂടി വെക്കാം. നമുക്കതൊന്ന് മൂടി വെച്ച് അതിൻ്റെ വേവ് ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമായി. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് കുറച്ച് സമയമായി. ഇനി നമുക്കത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. മുടി ഒന്ന് പുറത്തേക്ക് എടുത്ത്. ഓക്കെ, നമ്മൾ നല്ല വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കത് നല്ലൊന്ന് ഇളക്കി നമ്മളത് ബീഫ് വെന്തോ എന്ന് നോക്കണം. നമ്മളിപ്പോൾ ഏകദേശം അത് നല്ല വേവായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ തീയൊന്ന് നമ്മൾ കൂട്ടിയിരുന്നു. അപ്പോൾ വെന്തോ നോക്കാം. ഓക്കെ, ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്കൊരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ നമുക്കതൊന്ന് മൂടി വെച്ച് ക്ലിയർ ആക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാവുന്നതാണ്. നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി 2 കിലോ അരിയാണ്. 2 കിലോ ബീഫ്, അതേപോലെ 2 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 2 കിലോ അരി നമ്മൾ അതിൽ ചേർക്കുകയാണ്. അരി നല്ല കഴുകി നമ്മൾ വാർത്ത് വെക്കണം. വാർത്ത് വെച്ച അരി നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒന്ന് മിക്സാക്കി അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ക്ലിയറായി യോജിക്കുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി നല്ല മിക്സാക്കി ഇറച്ചിയും അരിയും എല്ലാം ഒന്ന് ക്ലിയർ ആവുന്നവരെ നമ്മൾ മിക്സാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കാവുന്നതാണ്. അപ്പോൾ എന്നാൽ അതിൻ്റെ വേവ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ പിന്നെ ഇത് നമ്മളൊന്ന് തുറന്നിട്ടുണ്ട്. തുറന്ന് വേവ് എങ്ങനെയായി നോക്കണം. ഓക്കെ, ഏകദേശം 3/4 വേവ് നമ്മളായിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് മിക്സാക്കി നന്നായി ഇളക്കി ഇതൊന്ന് ദമ്മിടാവുന്നതാണ്. ഈ ദമ്മിടാകുമ്പോൾ ഞാനിവിടെ ദമ്മിട്ടിരിക്കുന്നത്
നമ്മൾ അടിയിൽ നമ്മൾ ദോശക്കല്ല് വെച്ച് പിന്നെ അതിൻ്റെ മേലെ ചട്ടി വെച്ച് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വെള്ളക്കുടമാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ദം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ദം നമ്മൾ പുറത്തേക്ക് ഇറക്കുകയാണ്. ദം നമ്മൾ പുറത്തേക്ക് വെള്ളക്കുട നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് മെല്ലെ ചെമ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം നമ്മൾ റെഡിയായി. ഏകദേശം അല്ല, മുഴുവൻ തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് നെയ്യാണ്. അപ്പോൾ നമ്മുടെ അയ്യപ്പ നെയ്യ് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ നെയ്യ്, നേരത്തെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ നെയ്യ് ഒഴിക്കുക. ഏകദേശം നമ്മൾ മൊത്തം നമ്മൾ 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുള്ളൂ. അതിൽ ഏകദേശം ഒരു 10-25 ഗ്രാം നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നെയ്യ് 75 ഗ്രാം നമ്മൾ ഇതിൽ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ പുതിയ ആളുകളും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് മിക്സാക്കി നമ്മൾ കൊടുക്കണം. നന്നായി ഈ നെയ്യ് ഒഴിച്ചതിൻ്റെ നമ്മളെല്ലാ ഭാഗത്തും എത്തുന്നവർ നന്നായി നമ്മൾ മിക്സാക്കി കൊടുക്കണം. എന്നാൽ അപ്പോൾ ഏകദേശം ഇപ്പോൾ നന്നായി നമ്മൾ മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ മിക്സാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് ബിരിയാണി, നമ്മുടെ കോയമ്പത്തൂർ സ്റ്റൈലിലുള്ള തമിഴ്നാട് ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്യാൻ പാകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ആവശ്യത്തിന് നമുക്കത് സെർവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാ പുതിയ ആളുകളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് മറുപടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട് കോയമ്പത്തൂർ സ്റ്റൈലുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.